you all fine? Did you have your breakfast? Yes. Okay. Today we are going to learn GK, the lesson 2, road safety. റോഡിൽ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ നോക്കി നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. റോഡിൽ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ റോഡിൽ ചെയ്തുകൂടാത്ത കാര്യങ്ങളുണ്ട്, റോഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ പിക്ചേഴ്സും ഉണ്ട്. അത് നോക്കി ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. അപ്പോൾ എന്താ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. റോഡിൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഡു നോട്ട് ത്രോ ബനാന പീൽ ഓൺ ദ റോഡ് നമ്മൾ പഠിച്ചിട്ടില്ലേ? പിന്നെന്താണ്, ഡു നോട്ട് സ്പിറ്റ് ഓൺ ദ റോഡ്, ഡു നോട്ട് പ്ലേ ഓൺ ദ റോഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ ഈ ലെസണിലൂടെ പഠിക്കുന്നു. ഓക്കെ, നമുക്ക് ലെസണിലേക്ക് പോകാം. റോഡ് സേഫ്റ്റി എന്താണ്? നമ്മൾ റോഡിൽ സുരക്ഷിതരായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ലെസണിലൂടെ നമ്മൾ പഠിക്കുന്നത്. മാർക്ക് ദ ഫോളോയിങ് ആസ് ഐദർ ഗുഡ്, ടിക്ക് ഓർ ബാഡ് ക്രോസ് ഫോർ റോഡ് സേഫ്റ്റി. കുറച്ച് നമ്മൾ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഗുഡായിട്ടുള്ള റോഡിൽ നമ്മൾ സുരക്ഷിതരായിരിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അത് ടിക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. പിക്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ പിക്ചറായിട്ട് നോക്കാമോ? ഇവിടെ നോക്കൂ, ഒരു കുട്ടി ദാ സ്കൂൾ ബസ്സിൽ പോവുകയാണ്. പക്ഷേ കുട്ടി ദാ തല പുറത്തിട്ടിരിക്കുന്നത് കണ്ടോ? ഇത് ബാഡായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയോ കാലോ തലയോ ഒന്നും പുറത്തിടാൻ പാടില്ല. അപ്പോൾ ഇത് ബാഡായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ക്രോസ് ഇടും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കൂ, ഒരു ഗേള് കാറിൽ പോവുകയാണ്, കാറിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതാ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് ഇടുന്നത് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കാറിലോ മറ്റോ പോകുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ഗുഡായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടിക്ക് ചെയ്യും. ഇവിടെ നോക്കൂ, ഇവിടെ സിഗ്നൽ ഉണ്ട്. സിഗ്നൽ കിട്ടിയപ്പോഴത്തേക്ക് എന്താണ്, ഈ ഫാമിലി ഫാദറും ഉണ്ട്, പിന്നെ എന്താണ് 2 ചിൽഡ്രൻ ഉണ്ട്. അവർ റോഡ് ക്രോസ് ചെയ്യാണ്. സീബ്ര ക്രോസിങ്ങിൽ കൂടി റോഡ് ക്രോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എന്താണ്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, സീബ്ര ക്രോസിങ്ങിൽ കൂടി മാത്രമേ ക്രോസ് ചെയ്യാവുള്ളൂ. ഇത് ഒരുപാട് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തൊക്കെ സീബ്ര ക്രോസിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ്, സീബ്ര ക്രോസിങ്ങിൽ കൂടി മാത്രം നമുക്ക് സിഗ്നൽ കിട്ടിയതിന് ശേഷം സീബ്ര ക്രോസിങ്ങിൽ കൂടി മാത്രം റോഡ് ക്രോസ് ചെയ്യണം. അപ്പോൾ ഇവർ ചെയ്യുന്നത് നല്ലൊരു പ്രവൃത്തിയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ടിക്ക് ചെയ്യും.
നെക്സ്റ്റ് വൺ ലുക്ക് ഹിയർ. നോക്കൂ, ഒരു ബോയ് നോക്കൂ മൊബൈലിൽ കൂടി പാട്ടൊക്കെ കേട്ട് വരികയാണ്. അപ്പോൾ നാണ്ട് ഇവിടെ ഡേഞ്ചർ സിഗ്നലുണ്ട്. അതാ കണ്ടോ, ഡേഞ്ചർ സിഗ്നൽ കൊടുത്തിരിക്കുന്നതുണ്ടോ? ഇവിടെ എന്താ ഒരു കുഴിയാണ്, അവിടെ എന്തോ വർക്ക് നടക്കുകയാണ്. അപ്പോൾ പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഈ ബോയ് നടന്നു വന്നാൽ എന്ത് പറ്റും? ഈ കുഴിയിൽ വീഴൂലേ? അപ്പോൾ എന്താണ്, ഇത് ബാഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇത് ക്രോസ് ചെയ്യും. നെക്സ്റ്റ് വൺ. ഇവിടെ നോക്കൂ, രണ്ട് കുട്ടികൾ ഇതാ ഫുട്പാത്തിൽ കൂടി സൈക്കിൾ ഓടിക്കുകയാണ്. ഫുട്പാത്ത് എന്താണ്, നമ്മൾ നടക്കാനുള്ള സ്ഥലമാണ് അല്ലേ? പക്ഷേ ഈ രണ്ട് കുട്ടികളും കൂടി സൈക്കിൾ ഓടിക്കുന്നു. ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രോസ് കൊടുക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഫുട്പാത്തിൽ കൂടി ഒന്ന് സൈക്കിൾ ഓടിക്കല്ലേ കേട്ടോ. ഇത് നടക്കുന്ന സ്ഥലമാണ്, നമ്മൾ എപ്പോഴും ഫുട്പാത്തിൽ കൂടി വേണം നടക്കാൻ. അപ്പോൾ എന്താണ്, സൈക്കിൾ ഓടിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത് നോക്കൂ, കുട്ടികൾ റോഡിൽ നിന്ന് ബോൾ കളിക്കുകയാണ്. അങ്ങനെ കളിക്കാൻ പാടുണ്ടോ? റോഡിൽ വാഹനങ്ങൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ കളിക്കാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യും? ക്രോസ് കൊടുക്കും. ഇത്രയാണ് നമ്മൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ്, ഹൗ ടു ക്രോസ് എ റോഡ്. അപ്പോൾ എന്താണ്, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന്. ബിഫോർ ക്രോസിംഗ് ദ റോഡ് സ്റ്റാൻഡ് ഓൺ ദി പേയ്മെൻറ്റ് എവേ ഫ്രം ദ റോഡ്. നമ്മൾ എന്ത് ചെയ്യണം? റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റോഡിൻ്റെ അരികിൽ നിൽക്കണം. പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ അരികിൽ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കണം. എന്താണ് അടുത്തെന്താ? റിമെമ്പർ ടു സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ലിസൺ. എന്താണ്, നമ്മളവിടെ നിൽക്കണം. വളരെ ശ്രദ്ധയോടുകൂടി നമ്മളവിടെ നിൽക്കണം. എന്നിട്ടോ, പേ അറ്റൻഷൻ ടു യുവർ സറൗണ്ടിങ്സ് ആൻഡ് ലിസൺ ഫോർ സൈറൻസ് ഓർ ഹോൺസ്. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സ് ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. എന്താണ്, വല്ല സൈറനോ ഹോണോ എന്തെങ്കിലും കേൾക്കണുണ്ടോ എന്ന് നോക്കണം. ഹോൺ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? ഏതെങ്കിലും വണ്ടികൾ വരെയായിരിക്കും. ആ സമയത്ത് നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുണ്ടോ? അപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് നിൽക്കണമെന്നാണ്. സൈറൻ, എന്തെങ്കിലും സൈറൻ മുഴങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്തൊക്കെ സൈറൻ ഉണ്ടാവാം? ചിലപ്പം പോലീസ് ജീപ്പോ അല്ലെങ്കിൽ എന്താണ് ആംബുലൻസിൻ്റെ സൈറനോ ഫയർ എഞ്ചിൻ്റെ സൈറനോ ഒക്കെ കേൾക്കുക. അതൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധയോടെ നിൽക്കണം. എന്നിട്ടോ, ലുക്ക് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ദെൻ ലെഫ്റ്റ് അഗൈൻ ടു എൻഷുവർ ദാറ്റ് ദെയർ ഈസ് നോ വെഹിക്കിൾ വൈൽ യു ക്രോസ് ദ റോഡ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലെഫ്റ്റിലോട്ട് നോക്കണം, പിന്നെ റൈറ്റിലോട്ട് നോക്കണം. അപ്പം നമ്മൾ നോക്കുമ്പോൾ വണ്ടികളില്ല, വീണ്ടും ലെഫ്റ്റിലേക്ക് നോക്കണം. അതിന് ശേഷം എന്താണ്, വണ്ടികളില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമേ എന്താണ് റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കിയാലോ. ബിഫോർ ക്രോസിംഗ് ദ റോഡ് സ്റ്റാൻഡ് ഓൺ ദ പേയ്മെൻറ്റ് എവേ ഫ്രം ദ റോഡ്. റിമെമ്പർ ടു സ്റ്റോപ്പ്, ലുക്ക് ആൻഡ് ലിസൺ. Pay attention to your surroundings and listen for sirens and horns. Look left, right and then left again to ensure that there is no vehicle while you cross the road. ഓക്കെ, നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്തും ഇത് കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം റോഡ് ക്രോസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മളിവിടെ കുറച്ച് പിക്ചേഴ്സൊക്കെ നോക്കി അതിൽ നിങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക, ചീത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. ഓക്കെ ചിൽഡ്രൻ, ബൈ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഹൗ ആർ യു? ഓക്കെ, ഓൾ ആർ ഫൈൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. യെസ്, വിച്ച് ഡേ ഈസ് ടുഡേ? യെസ്, ടുഡേ ഈസ് മൺഡേ. സാറ്റർഡേ സൺഡേ ഒക്കെ അടിച്ചു പൊളിച്ചു കളിച്ചു. ഇനി നമ്മൾ മൺഡേ ആയിരുന്നു പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ പിന്നെയും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മാത്സിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്ട്രാക്ഷൻ തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ചെക്കിങ്, സബ്ട്രാക്ഷൻ ചെക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയാണ് ടീച്ചർ പഠിപ്പിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. Okay, all of you look at the blackboard. Listen here. Subtraction. Subtraction. Okay, first ഒരു problem solve ചെയ്യാം. Subtract ചെയ്യാൻ തന്നെയാണ്. 3988 from 5666. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ
എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്നൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞേ. ബിഗ് നമ്പറിൽ നിന്നായിരിക്കണം എപ്പോഴും സ്മോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ. അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ അല്ലേ. ഇവിടെ നോക്കിയേ 5666 ആണ് ഇവിടെ ബിഗ് നമ്പർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ ബിഗ് നമ്പർ എഴുതുന്നു, അതിനുശേഷം അതിന്റെ താഴെ സ്മോൾ നമ്പർ ഏതാണ് 3988. കേട്ടോ, ഇതുപോലെ എഴുതുക. വൺസ് ടെൻസ് ഹൺഡ്രഡ് പ്ലേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, ഇവിടെ നോക്കിയേ വൺസിന്റെ പ്ലേസിൽ 6ഉം 8ഉം ഉണ്ട് അല്ലേ. എങ്ങനെയാ ചെയ്യേണ്ടത് ടീച്ചർ പറഞ്ഞു തന്നായിരുന്നല്ലേ ബോറോ ചെയ്യാനായിട്ട്. വൺസിന്റെ പ്ലേസിൽ 6 ആണ്, 6 ന്ന് 8 ആണ് നമുക്ക് എന്താ സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതെന്താണ് ബിഗ് നമ്പർ ആണോ? അല്ല അല്ലേ, സ്മോൾ നമ്പർ ആണ്. അപ്പോൾ സ്മോൾ നമ്പർ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബിഗ് നമ്പർ ആകണം. എങ്ങനെയാ ചെയ്യുക? ഇവിടുന്ന് 6ൽ നിന്ന് ഒരു നമ്പർ കടമെടുക്കുന്നു, ബോറോ ചെയ്യുന്നു. ഓക്കെ, 6ൽ നിന്ന് 1 അല്ലേ, 1 ബോറോ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എന്താവും? 6 എന്നുള്ളത് 16 ആകും അല്ലേ. 16 16 ആകുന്നു. ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇത് ബിഗ് നമ്പർ ആയി. 16ൽ നിന്ന് 8 മൈനസ് ചെയ്യും. ഓക്കെ, 16 മൈനസ് 8 ആൻസർ എന്താണ്? 8 കിട്ടും അല്ലേ. 8 ആൻസർ കിട്ടും. എന്താണ്? അപ്പോൾ ഇവിടെ നമ്മൾ 6ൽ നിന്നാണ് 1 നമ്പർ ബോറോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താവും? 5 ആകും അല്ലേ. 6ൽ നിന്ന് ഒരെണ്ണം കുറയും, അപ്പോൾ 5 ആകും. ഓക്കെ, 5 മൈനസ് 8 നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ, സ്മോൾ നമ്പർ ആണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നിന്ന് ഈ 6ൽ നിന്ന് അടുത്ത 100 പ്ലേസിൽ നിന്ന് 1 നമ്പർ ബോറോ ചെയ്യണം. അപ്പോൾ ഇവിടെ 6 മാറി 5 ആയി. ഈ ഇവിടുത്തെ 100ന്റെ പ്ലേസിലെ 6ൽ നിന്ന് ഒരെണ്ണം കടം കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 15 ആകുന്നു അല്ലേ. 15 ആകുന്നു. ബിഗ് നമ്പർ ആയല്ലോ. ഇനി 15ൽ നിന്ന് 8, 15 മൈനസ് 8. ഓക്കെ, ആൻസർ 7 കിട്ടുന്നു. 15 മൈനസ് 8 7. നെക്സ്റ്റ് നോക്കിയേ, ഇവിടെ 6 ആയിരുന്നു, ഇവിടെ നിന്ന് ഒരെണ്ണം നമ്മൾ ബോറോ ചെയ്ത് ഇവിടെ 5 ആയല്ലേ. ഓക്കെ, 5 മൈനസ് 9, 100ന്റെ പ്ലേസ് നോക്കി 5 മൈനസ് 9 നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ, സബ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, സ്മോൾ നമ്പർ ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 1000ന്റെ പ്ലേസിൽ നോക്കിയേ 5, ഈ 5ൽ നിന്ന് ഒരു നമ്പർ ബോറോ ചെയ്തു. നോക്കിയേ 1 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താകുന്നു? 15 ആകുന്നു അല്ലേ. 15 ആകുന്നു. 15 മൈനസ് 9, 15 മൈനസ് 9. ഓക്കെ, 15 മൈനസ് 9 6. ഓക്കെ, 6 കിട്ടുന്നു. നെക്സ്റ്റ് നോക്കിയേ, 5ൽ നിന്ന് ഒരെണ്ണം കൊടുത്തു. അപ്പൊ ഇവിടെ എന്താണ്? കുറയും അല്ലേ, ഒരു നമ്പർ ബാക്കിലോട്ട് പോകും. അപ്പൊ ഇവിടെ 4 ആകുന്നു. 5 എന്താകുന്നു? 1000ന്റെ പ്ലേസിൽ 4 ആകുന്നു. 4 മൈനസ് 3. ഓക്കെ, 4 ബിഗ് നമ്പർ ആണ് അല്ലേ, 3 കാട്ടി ബിഗ് ആണ് 4. അപ്പോൾ 4 മൈനസ് 3 ആൻസർ എന്താണ്? 1 കിട്ടുന്നു. ഓക്കെ, ലാസ്റ്റ് ആൻസർ നമുക്ക് എന്താ കിട്ടുന്നത്? 1678 എന്ന നമ്പർ കിട്ടുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ചെക്കിംഗ് സബ്ട്രാക്ഷൻ. എന്താണ്? നമുക്ക് രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യണം, അതിനൊരു ആൻസർ കിട്ടും അല്ലേ. നമുക്ക് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? ടീച്ചർ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചിരുന്നേ. സബ്ട്രാക്ട് 2346 ഫ്രം 6879. കണ്ടോ, ഈ രണ്ട് നമ്പേഴ്സ് ആണ് സബ്ട്രാക്ട് ചെയ്യാനുള്ളത്. ഓക്കേ, ബിഗ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, 6879 മൈനസ് 2346 ഈസ് ഈക്വൽ ടു ആൻസർ എത്രയാണ്? 4533. ഓക്കെ, 4533 എന്ന ആൻസർ തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഈ കിട്ടിയ ആൻസർ ശരിയാണോ അതോ തെറ്റാണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ ആൻസറിൽ നിന്ന് നമുക്ക്
ഈ രണ്ട് നമ്പേഴ്സ് ആണല്ലോ നമ്മൾ സബ്ട്രാക്ട് ചെയ്തത്. ഈ നമ്പറിന്റെ സ്മോളർ നമ്പർ ഏതാണ്? ഇതിൽ രണ്ടിലെ സ്മോളർ നമ്പർ 2346 ആണ്. ഓക്കെ, അപ്പോൾ ആൻസറിൽ നിന്ന് ഈ സ്മോളർ നമ്പർ പ്ലസ് ചെയ്യുക, ആഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കിയേ 4533 പ്ലസ് 2346. ഓക്കെ, നമ്പേഴ്സ് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ 3 പ്ലസ് 6 9, 3 പ്ലസ് 4 7, 5 പ്ലസ് 3 8, 4 പ്ലസ് 2 6. അപ്പോൾ 6879. കണ്ടോ, ഈ ആൻസർ ആണ് നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ ചെയ്തത്, ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തത് കറക്റ്റ് ആണ്. നമ്മുടെ അപ്പോൾ 4533 പ്ലസ് 2346. കണ്ടോ, പ്ലസ് ചെയ്യുക. 1 സ്റ്റെപ്സ് പ്ലേസ് നോക്കുക, കറക്റ്റ് ആയിട്ട് പ്ലസ് ചെയ്ത് ആൻസർ നോക്കിയേ. ഇവിടെ 6879. കണ്ടോ, ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. നമ്മൾ ഇനി എന്താ നോക്കേണ്ടത്? നോക്കിയേ, നമ്മൾ രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യും. നോക്കിയേ, കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത് നോക്കിയേ, നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ്. അതായത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത ആൻസർ ഓക്കെ ആണ്. നമ്മുടെ സബ്ട്രാക്ഷൻ കറക്റ്റ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്തു അല്ലേ? അതായത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്തപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വന്ന നമ്പർ, അതായത് ബിഗ് നമ്പർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. ഓക്കെ, ടീച്ചർ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിയേ, രണ്ട് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? 50 മൈനസ് 14. 1 ടെൻസ് പ്ലേസ് നോക്കിയേ. 15 മൈനസ് 14 എന്താണ് ആൻസർ? 1 ആണ് അല്ലേ? 15 ൽ നിന്ന് 14 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ 1 കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ ആൻസർ കറക്റ്റ് ആക്കണം അല്ലേ? എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ 40 ബിഗ് നമ്പർ 15 ആണ്, 40 സ്മോൾ നമ്പർ. അപ്പോൾ സ്മോൾ നമ്പറിൽ നിന്ന് നമുക്ക് കിട്ടിയ ആൻസറിനെ ആഡ് ചെയ്യണം. അപ്പോൾ 40 പ്ലസ് 1 എത്രയാണ് ആൻസർ? 50. കണ്ടോ, ആൻസർ നമ്മൾ സബ്ട്രാക്ട് ചെയ്തത് കറക്റ്റ് ആണ്. 15 ആൻസർ കിട്ടിയത് കണ്ടോ? അപ്പോൾ നമ്മുടെ സബ്ട്രാക്ഷൻ കറക്റ്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, Okay, all of you take your textbook. Find the difference between 6872 and 3214. ഇതുപോലെ എന്ത് ചെയ്യുക? ഡിഫറൻസ് കാണുക, സ്വന്തമായിട്ട് നോട്ടിൽ എഴുതി ടീച്ചറിനെ കാണിക്കുക. സബ്ട്രാക്ട് ദ ഫോളോയിങ്. ടീച്ചർ ഇതിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു ബോർഡിൽ ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി എന്താണ് ബാക്കിയുള്ളത്? നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. 2986 from 5717. അപ്പോൾ ഇത് രണ്ട് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോന്നും നീറ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. സബ്ട്രാക്ഷനും ആഡൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. നമ്പേഴ്സ് മാറിപ്പോയാൽ എന്താണ്? ആൻസർ ഫുള്ളായിട്ട് തെറ്റിപ്പോകും. ഓക്കെ, subtraction fact. A bigger number cannot be subtract from a smaller number. നമുക്ക് ബിഗർ നമ്പറിൽ നിന്നാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബിഗർ നമ്പറിൽ നിന്നേ സ്മോളർ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് സ്മോളർ നമ്പറിൽ നിന്ന് ബിഗർ നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. എപ്പോഴും ബിഗർ നമ്പർ ആയിരിക്കണം സബ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. So always subtract the smaller number from the bigger number. When 0 is subtracted from a number, the answer is number itself. When a number is subtracted from itself, then the answer is 0. അതായത് രണ്ട് സെയിം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്? ആൻസർ ഈസ് 0. When 1 is subtracted from a number, the answer is predecessor. അതായത് ഒരു നമ്പറിൽ നിന്ന് അടുത്ത ഒരു നമ്പർ, ഒരു നമ്പറിൽ നിന്ന് 1 ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നെക്സ്റ്റ് നമ്പർ ആയിരിക്കും കിട്ടുക, പ്രെഡിസസർ ആയിരിക്കും. കണ്ടോ, 2499 മൈനസ് 1 എന്താണ് ആൻസർ? 1 നമ്പർ മൈനസ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, അതായത് വെൻ 1 നമ്പർ ഈസ് സബ്ട്രാക്ട് ഫ്രം ദ നമ്പർ, ഒരു നമ്പറിൽ നിന്ന്, ആ തന്നേക്കുന്ന നമ്പറിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്ക്വേർഡ് നമ്പർ, ബാക്കിലെ നമ്പർ ആയിരിക്കും കിട്ടുക. ഓക്കെ, the order of number in subtraction cannot be changed.
ഫോർ എക്സാമ്പിൾ നോക്കിയേ 8,324 minus 4,637. Okay, next checking subtraction. To check subtraction, add the difference of two numbers to the subtrahend to get the minimum. എക്സാമ്പിൾ ടീച്ചർ ഇപ്പോൾ ബോർഡിൽ പറഞ്ഞു തന്നായിരുന്നു. ഈ എക്സാമ്പിളായിരുന്നു പറഞ്ഞു തന്നത്. എന്താണ് ആൻസർ? രണ്ട് നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസർ ചെക്ക് ചെയ്യുക, കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്താ ചെയ്യേണ്ടത്? കിട്ടുന്ന ആൻസറിനോടൊപ്പം സ്മോളർ നമ്പർ പ്ലസ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്ന ആൻസറും ക്വസ്റ്റ്യൻ ഫസ്റ്റ് ബിഗ്ഗർ നമ്പറും നോക്കുക. നോക്കിയതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യാൻ കഴിയും. Okay, all of you take your notebook, subtract difference between 6,872 and 3,240. Subtract ചെയ്ത് ഡിഫറൻസ് കണ്ട് ഇവിടെ എഴുതുക. ഓക്കെ, സബ്ട്രാക്ട് ദ ഫോളോയിങ്. ടീച്ചർ ഒരെണ്ണം ബോർഡിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. 3,988 ഫ്രം 5,666. കണ്ടോ? എന്താണ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് ആൻസർ നോക്കുക, ആൻസർ എടുത്തെഴുതുക. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം ചെയ്യുക. ഒരെണ്ണം ടീച്ചർ കാണിച്ചു തന്നായിരുന്നു, അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് സബ്ട്രാക്ഷൻ ഫാക്ട്. സബ്ട്രാക്ഷൻ ഫാക്ട് വെൻ ഫില്ലപ്പ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇവിടെ എന്താണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത് എഴുതുക. വെൻ ഡാഷ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം എ നമ്പർ, ദ ആൻസർ ഈസ് ദ നമ്പർ ഇറ്റ്സെൽഫ്. Second one, when a number is subtracted from itself, the answer is dash. When dash is subtracted from a number, the answer is its predecessor. Example, 25 minus 1 is equal to 24. Okay. Checking subtraction. Subtract 2,346 from 6,879. എങ്ങനെയാണ് ആൻസർ സബ്ട്രാക്ട് ചെയ്യുക? ആ കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ചെയ്തു തന്നത് ടീച്ചർ ഒരെണ്ണം ചെയ്ത് കാണിച്ചു. അതുപോലെ തന്നെ ഈ രണ്ട് പ്രോബ്ലംസും സോൾവ് ചെയ്ത് നോട്ട്സ് കാണിക്കുക. ഓക്കെ, ഗുഡ് മോർണിംഗ് എവരിവൺ. നമുക്കതിന് പഠിക്കുന്നത് കണ്ടിന്യൂഷനാണ്. EVS Omnivorous have both sharp teeth like carnivorous and flat teeth like herbivorous. എന്താണ് പറയുന്നത്? ഓംനിവോറസുകൾക്ക് മാംസബുക്കുകളെ പോലെ മൂർച്ചയുള്ള പല്ലുകളും സസ്യബുക്കുകളെ പോലെ പരന്ന പല്ലുകളുമുണ്ട്. ജനറലി ദ ഷാർപ്പ് ടീത്ത് ഫോർ ദ carnivorous teeth are present in the front of the mouth which allow them to bite and tear pieces of meat. എന്താണ് പറയുന്നത്? സാധാരണയായ പല്ലുകൾ അല്ലെങ്കിൽ മാംസബുക്കുകളുടെ പല്ലുകൾ വായയുടെ മുൻവശത്ത് കാണപ്പെടുന്നുണ്ട്. ഇത് മാംസകഷ്ണങ്ങൾ കടിക്കാനും കീറുന്നതിനും ഇറച്ചി കഷ്ണങ്ങൾ കീറുന്നതിനും സഹായിക്കുന്നു. The flat teeth are usually present behind the sharp teeth. They allow these animals to chew their food well. എന്താണ്? മൂർച്ചയുള്ള പല്ലുകൾക്ക് പിന്നിലാണ്. എന്താണ്? പരന്ന പല്ലുകൾ സാധാരണയായി ഫ്ലാറ്റ് ടീത്ത് പരന്ന പല്ലുകൾ സാധാരണയായി മൂർച്ചയുള്ള പല്ലുകൾക്ക് പിന്നിലാണ്. They allow these animals to chew their food well. അവ നന്നായി മൃഗങ്ങളെ അവരുടെ ഭക്ഷണം നന്നായി ചവയ്ക്കാൻ അനുവദിക്കുന്നു. Other animals, മറ്റ് മൃഗങ്ങൾ. Butterflies have long sucking tubes. ചിത്രശലഭങ്ങൾക്ക് അവർക്ക് പാൽ കുടിക്കുന്ന ട്യൂബുകളുണ്ട്. They use these tubes to suck nectar from flowers. പൂക്കളിൽ നിന്ന് അമൃത് കുടിക്കാൻ അവർ ട്യൂബുകൾ ഉപയോഗിക്കുന്നു. Similarly, bees and mosquitoes have hollow tubes through which they suck their food into their mouth. എന്താണ്? അതുപോലെ തേനീച്ചകൾക്കും കൊതുകുകൾക്കും പൊള്ളയായ ട്യൂബുകളുണ്ട്. ഹോളോ ട്യൂബ്സ് ത്രൂ വിച്ച് ദേ സക്ക് ദെയർ ഫുഡ് ഇൻ ടു ദെയർ മൗത്ത്. അതിലൂടെ അവർ ഫുഡ് വായിലേക്ക് വലിച്ചെടുക്കുന്നു. എർത്ത് വർംസ് സോയിൽ വിച്ച് ഹാസ് പാർട്സ് ഓഫ് ഡെഡ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ഇറ്റ്. മണ്ണിരകൾ
മണ്ണിനെ വിഴുങ്ങുന്നു. അതിൽ ചത്ത സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഭാഗങ്ങളുമുണ്ട്. Take your notebook. Write today's date and day. ഓംനിവോറസ് എന്താണ്? സർവജീവികൾ. ഷാർപ്പ് മൂർച്ചയേറിയ അല്ലേ? ഓംനിവറസ് OMNIVORES ഓംനിവറസ്. ഷാർപ്പ് SHARP ഷാർപ്പ് മൂർച്ചയുള്ള. ബട്ടർഫ്ലൈസ് ചിത്രശലഭങ്ങൾ. BUTTERFLIES ബട്ടർഫ്ലൈസ്. സിമിലർലി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാനമായത്. SIMILARLY സിമിലർലി. ദെൻ മൊസ്കിറ്റോസ് അറിയാലോ? യെസ് മൊസ്കിറ്റോസ്. സ്പെല്ലിംഗ് പറയട്ടെ. MOSQUITOES മൊസ്കിറ്റോസ്. ഹോളോ എന്താണ്? പൊള്ളയായത്. ഹോളോ. ട്യൂബ്സ് TUBES ട്യൂബ്സ് എന്താണ്? കുഴലുകൾ. ഹോളോയുടെ സ്പെല്ലിംഗ് എന്താ? HOLLOW ഹോളോ. ദെൻ എർത്ത് വാംസ് അറിയാമോ? മണ്ണിരകൾ. എർത്ത് വാംസ് എന്താണ്? മണ്ണിരകൾ. EARTHWORMS എർത്ത് വാംസ്. സ്വാളോ എന്താണ്? വിഴുങ്ങുക. SWALLOWO സ്വാളോ. ഇത്രയും വേർഡ്സസ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. യെസ്, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ പഠിക്കാനായിട്ട്? ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്? ഇംഗ്ലീഷിന്റെ ദ അഡ്വെഞ്ചർ ഇൻ വുഡ്സ് ആണ് ആ സ്റ്റോറിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ആരൊക്കെയായിരുന്നു ആ സ്റ്റോറിയിൽ ഉണ്ടായിരുന്നത്? മുകുൾ ആൻഡ് ടോണി. ഒരു നല്ല സുഹൃത്തുക്കളായിരുന്നു അല്ലേ? അവരെന്താണ്? ഒരു മലയോര പ്രദേശത്ത് ഹിൽ സ്റ്റേഷനിലാണ് അവര് താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ പതിവ് എന്തൊക്കെയായിരുന്നു? സ്കൂൾ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവര് രണ്ടുപേരും ഫ്രണ്ട്സിനൊപ്പം ഗ്രീൻ ഫീൽഡിൽ പച്ചപ്പായ വയലിന്റെ സൈഡിലേക്ക് കളിച്ചു നടക്കും. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സന്ധ്യ മയങ്ങിയത് അവര് അറിഞ്ഞില്ല. അതായത് ഇരുട്ടിലേക്ക് പോകുമായിരുന്നു അറ്റ്മോസ്ഫിയർ ഒക്കെ. അവരെന്താണ്? ഒരു കാട്ടിൽ അകപ്പെട്ടു പോകുന്നു. അവർ നന്നായി പേടിച്ചു പോകുന്നു അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഫോറസ്റ്റ് ആണ്, അനിമൽസ് ഉണ്ട്, വൈൽഡ് അനിമൽസ് ഒക്കെ ഉണ്ട്, ഉപദ്രവിക്കുമോ എന്നൊക്കെ അവര് പേടിച്ചു. അതിനുശേഷം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ടീച്ചർ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. Okay, all of you take your textbook. Please listen here. Page number 13 edku. Page number 13, 1, 3. Okay. Let's pray to God that the elves and fairies of the woods protect us, said Mukul. The boys soon dozed off. Late in the night, they were awakened by loud noises of metals clashing and banging mixed with the people's voice. Clashing and banging mixed with people's voices. Mukul, we are saved. It must be mom and dad with the police. Let's get down. As they approached the source of the sound, they found it was not their parents but men carrying lanterns, axes, saws, and a bag of other tools. They were arguing about which trees they should cut. Tony and Mukul were shocked to see this. They knew how dangerous it was to cut trees. They remembered what they had learned about deforestation and climate change from their books. Mukul, we can't allow this. We must stop them, Tony said. Wait, they look so dangerous. Let's see what they are up to, said Mukul. The boys hid behind a bush and observed the men. Now they had huddled together to discuss something. Mukul said in the hushed voice, "Hey Tony, see, they have kept
their tools beside that bush. Let's hide them away. Yes, that's wonderful idea, whispered Mukul. After the discussion, the men come back to get their tools, but there was none. Oh, where is my axe? Shouted one. Who took the saw from here? Asked another. Joe, said a third one in the shivering voice. Shut up, you fools, and search for the axes, shouted their leader. They found no trace of their tools and decided to come back the next day. Okay, അപ്പോൾ എന്തായിരുന്നു? Let's pray to God that the elves and fairies of the woods protect us, said Mughal. The boys soon dozed off. Late in the night, they were awakened by loud noises of metal clashing and banging mixed with people's voice. Mughal were saved. It must be mom and dad with the police. Let's get down. എന്തായിരുന്നു അവർ നമുക്ക് എന്തായാലും ഇനി ഇവിടെ കഴിയാമെന്നൊക്കെ പറഞ്ഞിട്ടവർ ഒരു ട്രീയുടെ ബ്രാഞ്ചിൽ അവരിങ്ങനെ കയറിയിരിക്കുവാണ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് എന്താണ് അവർ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം, ഫെയറീസിനോടും എൽവിസിനോടൊക്കെ പ്രാർത്ഥിക്കാം നമ്മളെ രക്ഷിക്കണേ എന്ന്. ദ ബോയ്സ് സൂൺ ഡോസ്ഡ് ഓഫ്. ലെറ്റ് ഇൻ ദ നൈറ്റ് ദേ വേ അവേക്കൺഡ് ബൈ ലൗഡ് നോയ്സസ് ഓഫ് മെറ്റൽ ക്ലാഷിങ് ആൻഡ് ബാങ്കിങ് മിക്സഡ് വിത്ത് പീപ്പിൾസ് വോയിസ്. പിന്നെന്താണ് അവരൊന്ന് ചെറുതായി ഒന്ന് മയങ്ങിപ്പോയല്ലേ. അപ്പോൾ എന്താ അവിടെ ഒരു വല്ലാത്തൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. മുകുൾ അപ്പോൾ എന്താണ് പറഞ്ഞത്, അത് പോലീസിനൊപ്പം അച്ഛനും അമ്മയും നമ്മളെ രക്ഷിക്കാനായിട്ട് വന്നതായിരിക്കാമെന്ന് അവർ വിചാരിച്ചു അല്ലേ. അവർ ആ ശബ്ദത്തിൻ്റെ പിന്നിലുള്ള കഥ അവർ പിന്നെയാണ് അറിയുന്നത് അല്ലേ. പിന്നെ അവർ മനസ്സിലാക്കി അവരുടെ പാരൻസ് അല്ല വന്നത് എന്നവർക്ക് മനസ്സിലായി. ആ ശബ്ദം അവരുടേതല്ല എന്ന് മനസ്സിലായി. പിന്നെ ആരായിരുന്നു അവിടെ വന്നത്? As they approached the sources of the sound, they found it was not their parents, but men carrying lanterns, axes, saws, and a bag of other tools. They were arguing about which trees they should cut. അപ്പോൾ അതാരായിരുന്നു വന്നിരുന്നത്? ആ ഒരു ബാഗ് നിറയെ ഉപകരണങ്ങളും മഴുവും സോ ഒക്കെ ആയിട്ട് കുറച്ച് ആൾക്കാരായിരുന്നു വന്നത്. അവർ വന്നപ്പോഴുണ്ടായ സൗണ്ടായിരുന്നു മുകുലും ടോണിയും കേട്ടതല്ലേ. അവരെന്താണ് ആർഗ്യൂ ചെയ്യുന്നത്? അവർ ഏത് മരമാണ് മുറിക്കേണ്ടതെന്നൊക്കെ അവർ തർക്കിച്ച് ആർഗ്യൂ ചെയ്ത് നിൽക്കുവാണ്. ഇത് കണ്ട് ടോണിയും മുകുളും ഞെട്ടിപ്പോയല്ലേ. ഓക്കേ, Tony and Mughal were shocked to see this. They knew how dangerous it was to cut trees. They remembered what they had learned about deforestation and climate change for their books. എന്താണ് മുഗളിനും ടോണിക്കും അവർ ഭയങ്കരമായിട്ട് ഷോക്കായി. അവർക്കറിയായിരുന്നു മരങ്ങൾ മുറിക്കുന്നത് എത്ര അപകടകരമായ കാര്യമാണെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നല്ലേ. വനനശീകരണത്തെക്കുറിച്ച്, ഡിഫോറസ്റ്റേഷനെ കുറിച്ചും കാലാവസ്ഥയിലുണ്ടാകുന്ന ക്ലൈമറ്റ് ചേഞ്ചസിനെ കുറിച്ചൊക്കെ അവർ പുസ്തകങ്ങളിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട്. അത് എത്രമാത്രം ഡേഞ്ചറായിട്ടുള്ള കാര്യമാണെന്ന് അവർ അതൊക്കെ ഒന്നുകൂടി ഓർത്തു. മുകുൾ, we can't allow this. We must stop them, Tony said. Wait, they look so dangerous. Let's see what they are up to, said Mughal. എന്താണ് പറയുന്നത്? മുകുൾ, we can't allow this. We must stop them, Tony said. ടോണി എന്താണ് പറയുന്നത്? നമുക്കിത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല, ഇതൊക്കെ നമുക്ക് തടയണം എന്ന് ആരോടാ പറയുന്നത്? മുകുളിനോട് പറയുകയാണ് അല്ലേ. ടോണി പറയുകയാണ് ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നവർ. എത്രയോ അപകടകാരികളാണ് നമ്മുടെ ക്ലൈമറ്റിനെയും നമ്മുടെ മരങ്ങളെയൊക്കെ മുറിച്ച് കളയുന്നത്. എത്രയോ അപകടകരമായ കാര്യമാണെന്ന് പറയുന്നു. The boys hid behind a bush. They observed the men. Now they had huddled together to discuss something. അവരെന്താണ് ചെയ്യുന്നത്? അവർ
എങ്ങനെയാണ് ഇനി എന്താണ് ചെയ്യാനുള്ളത്, അവരേത് മരമാണ് മുറിക്കേണ്ടതെന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുന്നതെല്ലാം മുകുലും ഈ 2 ബോയ്സ് മുകുലും ടോണിയും എല്ലാം നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്യുമായിരുന്നു അല്ലേ. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഉപകരണങ്ങളെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് അവർ നോക്കി നിൽക്കുമായിരുന്നു. മുകുൽ സെഡ് in a harsh voice, "Hey Tony, see they have kept their tools beside the bush. Let's hide them away." Mughal said the harsh voice. മുഗൾ എന്താണ് പറയുന്നത്, പതിയെ ഉള്ള സ്വരത്തിൽ പറയുന്നു, ഹേ ടോണി നമുക്ക് അവർ ആ ടൂൾസൊക്കെ ബുഷിൻ്റെ അവിടെ മാറ്റി വെച്ചേക്കുന്നു, നമുക്കതിനെ എന്ത് ചെയ്യാം, ഒന്ന് ഹൈഡ് ചെയ്യാം, ഒന്ന് ഒളിച്ചു വെക്കാമെന്ന് പറയുന്നു. Yes, that's a wonderful idea, whispered Mukul. After discussion, the men came back to get their tools, but there was none. എന്താണ് അപ്പോൾ വളരെ മനോഹരം, വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഐഡിയ ആണ് എന്ന് മുഗൾ പതിയെ ടോണിയോട് പറയുന്നു. ആഫ്റ്റർ ഡിസ്കഷൻ ദ മെൻ കം ബാക്ക് ടു ഗെറ്റ് ദെയർ ടൂൾസ്, ബട്ട് ദെയർ വാസ് നോൺ. ഓ വേർ ഈസ് മൈ ആക്സ്, ഷൗട്ടഡ് വൺ. എന്താണ് അവർ തിരിഞ്ഞു വന്ന് നോക്കുമ്പോൾ അവരുടെ ആക്സ് കാണുന്നില്ല, അവരുടെ ഉപകരണം കാണുന്നില്ല. അതിലൊരാൾ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഹൂ ടുക്ക് ദ സോ ഫ്രം ഹിയർ, ആസ്ക് അനദർ. ഇവിടെ വന്ന് ഇത് എടുക്കാൻ ആർക്കാണ് ധൈര്യം, ഇതാരാണ് ഇങ്ങനെ ചെയ്തതെന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് അല്ലേ. Go, said a third one in the shivering voice. മൂന്നാമതൊരാൾ എന്താ പറഞ്ഞത്, ആ വിറയ്ക്കുന്ന ശബ്ദത്തോടെ അവർ പറഞ്ഞു, ഇത് പ്രേതങ്ങളാണിങ്ങനെ ചെയ്തത് എന്ന്. Shut up, you fools, and search for the axe, shouted their leader. അപ്പം എന്താണ്, ഒന്ന് വാ അടച്ച്, ഈ വിഡ്ഢിത്തരം പറയാതെ വായൊന്നടയ്ക്കൂ, ലെറ്റർ പറയാണ്, നിങ്ങൾ മണ്ടത്തരം പറയാതെ ആ ആക്സ് എങ്ങോട്ട് പോയി എന്നുള്ളത് സെർച്ച് ചെയ്യൂ എന്ന് പറയുന്നു. They found no trace of their tools and decided to come back the next day. അവരെന്താണ് ഒരുപാട് സെർച്ച് ചെയ്തല്ലേ, എന്നിട്ട് അവർ പറഞ്ഞു നമുക്ക് നാളെ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമുക്ക് വന്ന് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാം എന്ന് പറയുന്നു. Okay, all of you look at the blackboard. Adventure in the woods. Hard words are എഴുതിയിരിക്കുന്നത്. Okay, first one, spend, agree, approach, huddle, deforestation, whispered, spend, S-P-E-N-D, spend, agreed, A-G-R-E-E-D, agreed, approach, A-P-P-R-O-A-C-H, approach, huddle, H-U-D-D-L-E-D, huddle, deforestation, D-E-F-O-R-E-S-T-A-T-I-O-N, deforestation, whisper, W-H-I-S-P-E-R-E-D, whisper, spent, agreed, approach, huddle, deforestation, whispered. Okay, all of you take your notebooks. Spent, agreed, approach, huddled, deforestation, whispered. Spent, S-P-E-N-D, spent. Agreed, A-G-R-E-E-D, agreed. Approach, A-P-P-R-O-A-C-H, approach. Huddled, H-U-D-D-L-E-D, huddled. Deforestation, D-E-F-O-R-E-S-T-A-T-I-O-N, deforestation. Whispered, W-H-I-S-P-E-R-E-D, whispered.
അപ്പോൾ ഇതുപോലെ നീറ്റായിട്ട് 3 ലൈൻസ് ടച്ച് ചെയ്ത് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ.